Hi guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ദ ഗ്ലോ അപ്പ് റൊട്ടീൻ ആണ് കേട്ടോ. ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് വേറെ ഒന്നല്ല കേട്ടോ. ഞാൻ ആകെപ്പാട് ഡള്ളായിട്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ ഫേസ് ആയിക്കോട്ടെ, ഹെയർ ആയിക്കോട്ടെ, മൊത്തം അങ്ങ് ഡാമേജ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, വർക്കിൻ്റെ കുറച്ച് ടൈറ്റ് കാര്യങ്ങൾ കാരണം ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഹെയറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. തല തണുക്ക എണ്ണ വയ്ക്കാണ്ട് ഈ പണ്ടുള്ള കാരണവന്മാർ പറയാറില്ല. അപ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് തല തണുക്ക വാരിപ്പൊത്തി നമ്മുടെ ജാനീസ് ഹെയർ കെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നന്നായിട്ട് ചുരുട്ടി അങ്ങ് ഇറുക്കി ടൈറ്റാക്കി അങ്ങ് കെട്ടി വെച്ചു കേട്ടോ. അടുത്ത എൻ്റെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു താളി നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പം നാച്ചുറലായിട്ടുള്ളൊരു താളിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. കുറച്ച് ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അല്ലാണ്ടും താളി ഉണ്ടാക്കാൻ പറ്റും, അതായത് തിളപ്പിക്കാണ്ടും താളി ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഇന്ന് തിളപ്പിച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നന്നായിട്ട് ആ ഒരു വെള്ളത്തിനകത്തോട്ട് അതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് വരട്ടെ കേട്ടോ. കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഒരു കളറായിട്ടുണ്ട് കേട്ടോ ആ താളിയുടെ ആ വെള്ളത്തിന്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് എൻ്റെ നെയിലൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആകെപ്പാടെ കുളമായിട്ടിരിക്കുകയായിരുന്നേ. കാര്യം ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിപ്പറായിട്ട് എനിക്ക് മൊത്തം ഒന്ന് എന്നെ തന്നെ ഒന്ന് ക്ലീനാക്കി എടുക്കണം എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പം ക്യൂട്ടസൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഈ ഒരു കളറാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരു റെഡ് പോണത്തെ കളറാണ്. കറക്റ്റ് റെഡ് അല്ല, എന്നാലും ഏകദേശം ആ ഒരു ഇത് വരും കേട്ടോ. ആ ഒരു ഷെയ്ഡ് കളറാണ് വരുന്നത്. അപ്പം അതൊക്കെ ഒന്ന് കളഞ്ഞ് അടുത്തത് ഇടണം കേട്ടോ. അങ്ങനെ കയ്യിലെയും കാലിലെയൊക്കെ നഖം വൃത്തിയാക്കി നെയിലൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. അടുത്തത് ചെയ്യാൻ പോകുന്നത് താളി ഉണ്ടാക്കലാണ്. താളി നന്നായിട്ട് തണുത്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം നേരെ പോയി മിക്സിക്കകത്ത് നന്നായിട്ട് അടിച്ച് ചാറാക്കിയിട്ട് നല്ല ഇതാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ കൊറ്റൻ ഉണ്ടാവും, ഒരുപാട് കൊറ്റൻ ഉണ്ടാവുമേ. അപ്പോൾ അത് മുടിയിലൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ചീയാലൊക്കെ പോകാൻ പാടാണേ. ഇത് എവർടീൻ ക്രീം ഹെയർ റിമൂവർ ബിക്കിനി ലൈൻ്റെ ഹെയർ റിമൂവർ ക്രീമാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലൊക്കെ രോമങ്ങളുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൂടുതൽ ആൾക്കാരും നമ്മുടെ പ്രൈവറ്റ് പേഴ്സണലായിട്ടുള്ള ഏരിയകളിലൊക്കെ കൂടുതലും അവിടുത്തെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, ഒന്നില്ലെങ്കിൽ നമ്മൾ കത്രിക കൊണ്ട് കട്ട് ചെയ്യും, ഇതല്ലെങ്കിൽ നമ്മൾ ഷേവ് ചെയ്ത് കളയൂല്ലേ ഷേവിങ് സെറ്റ് വെച്ച്. അപ്പോൾ അതുകൊണ്ടൊക്കെ ചിലപ്പോൾ നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലൊക്കെ മുറിവുകൾ ഉണ്ടാകാനായിട്ട് ഒരുപാട് സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് സൂപ്പറായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് രോമം കളയാൻ പറ്റിയതായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. എവർടീൻ്റെ ഈ ഒരു ക്രീം 100% നാച്ചുറലായിട്ടുള്ള ക്രീമാണ്. അതുപോലെ തന്നെ ഇത് തേച്ചത് കൊണ്ട് ചൊറിച്ചിലോ ഇറിറ്റേഷൻസോ ഒന്നും വരില്ല, ബാഡ് സ്മെല്ല് വരില്ല. എവർടീൻ ക്രീം ഹെയർ റിമൂവർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എൻ്റെ കാലിലാണ് യൂസ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഈ ഒരു ഡിസ്പോസിബിൾ ആയിട്ടുള്ളൊരു സ്പൂൺ പോണക്കുള്ളൊരു സാധനം ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ എടുക്കുക. എൻ്റെ കാലിൽ കുറേ ബേബി ഹെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യമായിട്ടുള്ള അത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ആ ഒരു ടിഷ്യൂ നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ടിഷ്യൂ അതിനകത്തോട്ട് ഇട്ട് വയ്ക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ടിഷ്യൂ വലിയൊരു ടിഷ്യൂ ആയിട്ട് മാറുവേ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മളിതേ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഈ രോമമൊക്കെ കണ്ടോ ചുരുങ്ങി വന്ന പോണൊക്കെ ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു സ്പൂൺ മോണൊക്കെയുള്ള ആ ഒരു ഡിസ്പോസിബിൾ ആ ഒരു സാധനം വെച്ചിട്ട് നമ്മളിങ്ങനെ വടിച്ചെടുക്കുക കേട്ടോ. അപ്പം അത്യാവശ്യം നമ്മൾ എന്താ പറയുക, മുറിയത്തും ഇല്ല കാര്യങ്ങളും ഇല്ല, നല്ല സോഫ്റ്റായിട്ട് മൊത്തത്തിൽ പോരുകയും ചെയ്യും, നല്ല ക്ലീൻ ആവുകയും ചെയ്യും. അപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കോയിൻ പോണക്കത്തെ ടിഷ്യൂ നമ്മൾ വാട്ടറിലിട്ടില്ലായിരുന്നു. അതേ ആ ടിഷ്യൂ എടുക്കുക, ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ, ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ക്രീം തേച്ച് കൊടുത്ത് നമ്മൾ നന്നായിട്ട് അങ്ങ് മേളിലോട്ട് തൂത്തെടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ബാലൻസ് ഉള്ള ആ ഒരു ഹെയറും ക്രീമും അഴുക്കും എല്ലാം ആ ഒരു ടിഷ്യൂവിൽ പോരും കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ടിഷ്യൂവിൽ കാണാൻ പറ്റും. എൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന ആ ഒരു ഹെയറും കാര്യങ്ങളൊക്കെ ആ ടിഷ്യൂവിൽ വന്നിട്ടുണ്ട്. ഈ ക്രീം ഉപയോഗിക്കുന്നതിന് 72 മണിക്കൂർ മുമ്പെങ്കിലും ഷേവ് ചെയ്യാതിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ നമ്മൾ കഴുകിയാൽ മതി, നോർമൽ വാട്ടറിൽ കഴുകുക. ഈ ഒരു ക്രീം നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ മാത്രം യൂസ് ചെയ്യാനുള്ളതാണ്. ഞാനൊരു ഡെമോയ്ക്ക് വേണ്ടിയാണ് എൻ്റെ കാലിൽ യൂസ് ചെയ്ത് കാണിച്ചത്.
പർച്ചേസ് ചെയ്യേണ്ടത് ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്, മീഷോയിലുണ്ട്, എവർടീൻ ഒഫീഷ്യൽ സൈറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയറി പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ നമ്മളെ വീഡിയോയ്ക്കകത്ത് ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്തും കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വേണ്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി ചെക്ക് ചെയ്യുക. സൂപ്പർ പ്രൊഡക്റ്റാണ്. അത് കഴിഞ്ഞ് എൻ്റെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് തലയിൽ നന്നായിട്ട് താളി വെച്ച് കൊടുക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ടീഷർട്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാര്യം താളിക്ക് ഇനി എന്തെങ്കിലും കറയുണ്ടെന്നുണ്ടെങ്കിൽ ആ വൈറ്റ് ബനിയനിലാവണ്ടെന്ന് വിചാരിച്ചിട്ട് തലയോട്ടിയിലാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് താളി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നത്. മുടിക്കൊക്കെ നല്ല വകച്ചിലെടുത്തിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ ചൂടിന് തണുപ്പ് നല്ലതാണ് കേട്ടോ. അപ്പോൾ തലയൊക്കെ ഒന്ന് കൂളാവട്ടെ. തലയൊക്കെ ഒന്ന് കൂളായാൽ തന്നെ നമുക്ക് പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും അല്ലേ. അത് കഴിഞ്ഞ് ഞാൻ ചെയ്തത് കുറച്ച് തൈര് എടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി എടുക്കുക. എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ കാലിൻ്റെ പാദത്തോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ടൊരു നാരങ്ങയും കൂടെ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മുടെ കാലൊക്കെ നല്ലൊന്ന് ഇച്ചിരി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. നല്ല വൃത്തിക്ക് അവിടെ ഇരുന്ന് നന്നായിട്ട് നഖമൊക്കെ നിങ്ങൾ ഉറച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന നല്ല കാര്യമാണ് കേട്ടോ. അതുപോലെ പേസ്റ്റ് വെച്ചിട്ടും ഒക്കെ ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ കൂടുതലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കാലിലെ അഴുക്കൊക്കെ അങ്ങ് മാറിക്കിട്ടും. അത് കഴിഞ്ഞ് നല്ല അടിപൊളി കുളി അങ്ങ് പാസ്സാക്കിയിട്ടോ. നല്ല സൂപ്പറായിട്ട് തലയൊക്കെ നല്ല തേച്ച് കഴുകി നല്ല അടിപൊളിയായിട്ട് കുളിച്ച് സൂപ്പറായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി വന്നപ്പോഴത്തേക്ക് നല്ല സൂര്യനൊക്കെ നല്ല ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മുടിയൊക്കെ അങ്ങ് ചീവി നന്നായിട്ട് കെട്ടി വെക്കാമെന്നൊക്കെ വിചാരിച്ചു. നിങ്ങൾ എൻ്റെ തലയോട്ടിയൊക്കെ നോക്കിക്കുക. തലയോട്ടിയിലൊന്നും ശകലം പോലും ഡാൻഡ്രഫോ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ മുടി വയ്ക്കണമെന്നുണ്ടെങ്കിൽ നല്ല താളിയൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ നമ്മുടെ ഹെയർ ഓയിലും ഒക്കെ ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മുടിയൊക്കെ നന്നായിട്ട് ചീകി കിട്ടുമ്പോഴത്തേക്ക് എൻ്റെ മുടിയൊക്കെ ഒരെണ്ണമാണ് കേട്ടോ പോകുന്നത്. ഞാൻ നിങ്ങളിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ അത് കൂടെ കുറച്ചിങ്ങനെ നടക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. എന്തോ പറഞ്ഞിങ്ങനെ പോയതാണ്. പോയി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചു വന്നേ. അടുത്ത എൻ്റെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി സമയം ഭയങ്കര കുറവാണ്. ഞാൻ പറഞ്ഞില്ല ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന്. അപ്പം ക്യൂട്ടസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് കയ്യിലും കാലിലൊക്കെ ക്യൂട്ടസ്. ഞാൻ പറഞ്ഞില്ല എനിക്കിത് ഈ ഒരു കളറാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമുള്ള. എനിക്ക് കൂടുതലും ലൈറ്റ് കളറാണ് ഇഷ്ടമുള്ളത്. പക്ഷെ ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത് ഏകദേശം ഈ ഒരു കളറുള്ള ചുരിദാറാണ്. എന്നാൽ പിന്നെ ഈ ഒരു കളർ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോൾ കയ്യിലും കാലിലും ഒക്കെ തേച്ച് കൊടുത്തു. അടുത്ത ഫേസും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഫേസിൽ ക്ലീൻ ചെയ്യാണ്ട് മിൽട്ടാണി മിട്ടിയും റോസ് വാട്ടറുമാണ് ഞാൻ എടുത്തേക്കുന്നത്. അത്യാവശ്യം മിൽട്ടാണി മിട്ടിയും റോസ് വാട്ടറും എടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നോർമലി നമ്മൾ എന്ത് മുഖത്തിട്ടാലും അത് എന്താ പറയുക കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കണം. പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഇത് ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ ഒരു 5-6 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങി വരും കേട്ടോ. മിൽട്ടാണി മിട്ടി ആയതുകൊണ്ട് കുറച്ച് പാടാണ്. കാര്യം നന്നായിട്ടുള്ളവർ ഉണങ്ങി വരാനായിട്ടൊരു ശകലം പാടാണ് കേട്ടോ. അപ്പം ഞാനവിടെ പാട്ടൊക്കെ പാടി വെറുതെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കഴുകിയിട്ട് വന്നപ്പോഴത്തേക്ക് ഇതേ മുഖത്തിന് നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടിയില്ലേ. നമ്മൾ ബ്യൂട്ടി പാർലറിലെ സലൂണിലൊന്നും പോവാണ്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. മിൽട്ടാണി മിട്ടിയൊക്കെ ഒരുപാട് നല്ലതാണ് സ്കിന്നിന്. നല്ല എന്താ പറയുക നല്ലതായിട്ട് ഗ്ലോ തരും കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ഞാനൊരു മോയ്സ്ചറൈസറും ക്രീമാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം അതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ എൻ്റെ സാധാരണ ഞാൻ യൂസ് ചെയ്യാറുള്ള സൺസ്ക്രീമൊക്കെ ഞാൻ പലത് യൂസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന സൺസ്ക്രീം ഇതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. മുഖമൊക്കെ അത്യാവശ്യം നല്ല ഗ്ലോ ആയില്ലേ, മുടിയൊക്കെ സെറ്റായി. എവർടീൻ ക്രീം ഹെയർ റിമൂവർ ബിക്കിനി ലൈൻ്റെ ഹെയർ റിമൂവർ ക്രീം വാങ്ങി നോക്കണം കേട്ടോ. അപ്പോൾ ബൈ ഗായ്സ്, ലവ് യു.